വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ നടപടി അപ്രതീക്ഷിതമാണെങ്കിലും ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു തോന്നൽ ഒരു ലോക രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ആളുകളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം പലതവണ ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ട്രംപ് നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകൾ ഇയാളുടെ തീക്കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് അവസാനത്തെ കളിയായിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു സമവായത്തിന്റെ പാതയിലേക്ക് മദുറോ ഇറങ്ങി വന്നെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ എന്താ പറയുക, സിനിമയെ വെല്ലുന്ന നാടകീയതയോടെ കിടപ്പുമുറിയിൽ നിന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഒരു ഈഗോ ഇഷ്യൂ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്കയുടെ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ടല്ലോ. ദൃശ്യങ്ങൾ പുറത്തു വരുന്നു, അവിടെ ആളുകൾ വലിയ ആഹ്ലാദ പ്രകടനവുമായി തെരുവിലിറങ്ങുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ എന്തായിരിക്കും ഡോക്ടർ മോഹൻ വർഗീസ്? ഒരു മൾട്ടി ഡയമെൻഷണൽ പിക്ചറാണ് ഉരുത്തിരിയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതാനും വർഷങ്ങളായി ഇങ്ങനൊരു കാര്യം ഇൻ ദ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. വെനിസ്വേലയിൽ അധികാര മാറ്റം ഉണ്ടാവുക. നിക്കോളാസ് മഡുറോ ഫേംലി എൻട്രഞ്ച്ഡ് ആയിരുന്നപ്പോൾ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് അവിടുത്തെ പ്രതിപക്ഷങ്ങളെ, പ്രത്യേകിച്ച് നൊബേൽ സമ്മാന ജേതാവ് മറിയ കൊറീന മച്ചാഡോ നയിക്കുന്ന ഒരു സംവിധാനം, അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു അമേരിക്ക സ്വീകരിച്ചിരുന്നത്. ആഭ്യന്തരമായ ഒരു ശിഥിലീകരണത്തിലൂടെ അവിടുത്തെ സ്ഥിതിഗതികൾ സങ്കീർണമാവുകയും പ്രതിപക്ഷത്തിന് അധികാരം ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും എന്നതായിരുന്നു ആദ്യ പദ്ധതി. അത് നടക്കാതെ നമ്മൾ 2025 24 തെരഞ്ഞെടുപ്പിൽ ജയിച്ച 25 ആദ്യം മഡുറോ വീണ്ടും മൂന്നാമതെയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അത് തീർച്ചയായും അമേരിക്കയുടെ ആരോപണങ്ങൾക്ക് അസ്തിത്വമുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു വലിയ പ്രഹസനമായിരുന്നു എന്നാണ് പൊതുവെ ഉള്ള നിരീക്ഷണം. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മഡുറോ വീണ്ടും അടുത്ത 5 വർഷത്തേക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ അവശേഷിച്ച ഏക വഴി എന്ന് പറയുന്നത് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഒരു 4-5 മാസം മുമ്പ് സെപ്റ്റംബർ 2025 മുതൽ തന്നെ CIA ഓപ്പറേറ്റേഴ്സ് അവിടെ സജീവമായിരുന്നു. കാരക്കസിൽ, വെനിസ്വേലൻ തലസ്ഥാനത്ത് സജീവമായ പ്രവർത്തനങ്ങളിലായിരുന്നു. സമയാസമയങ്ങളിൽ മഡുറോയുടെ നീക്കങ്ങളും മറ്റും അമേരിക്ക റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം പിന്നിലെ ചാലക ശക്തി എന്ന് പറയുന്നത് വെനിസ്വേലയിലെ എണ്ണ നിക്ഷേപം, വൻപൻ എണ്ണ നിക്ഷേപമാണ്. സൗദി അറേബ്യയ്ക്ക് ഉള്ള എണ്ണ നിക്ഷേപത്തെക്കാൾ ഒരുപക്ഷെ ഏതാനും ക്യൂബിക് മീറ്ററുകൾ കൂടുതൽ എണ്ണ നിക്ഷേപമുണ്ട്. അതിന്റെ 40% മാത്രമേ കണ്ടെത്തുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 2000 ആണ്ട് വരെ, അല്ലെങ്കിൽ 2000 വരെയൊക്കെ ഉണ്ടായിരുന്ന ഊഷ്മളമായ അമേരിക്ക വെനിസ്വേല ബന്ധത്തിൽ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. പക്ഷേ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്ന 1998 ശേഷം 1999 അവിടുത്തെ ഓയിൽ ഫീൽഡുകൾ ദേശസാൽക്കരിക്കുകയാണ്. അതായത് അമേരിക്കൻ കമ്പനികൾക്കോ മറ്റ് വിവിധ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനോ എണ്ണ ഖനനത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് അമേരിക്ക ഫേസ് ചെയ്തത്. 2022 ഒരു കൂ അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് ഷാവേസിന് എതിരെ തന്നെ. 2002 അത് പരാജയപ്പെട്ടു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അമേരിക്ക വിരുദ്ധ ഒരു കോക്കസിന്റെ ഭാഗമായി വെനിസ്വേല മാറി. വെനിസ്വേലയോടൊപ്പം തന്നെ മെക്സിക്കോയും കൊളംബിയയും പിന്നെ പല രാജ്യങ്ങളും അത്ര അമേരിക്ക സൗഹൃദ നിലപാടല്ല സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ 2 നൂറ്റാണ്ട് മുൻപുള്ള മൺറോ ഡോക്ട്രിന്റെ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നൊരു അമേരിക്കൻ ചിന്തയുണ്ടായി. അതായത് മൺറോ ഡോക്ട്രിൻ എന്ന് പറയുന്നത് അമേരിക്കകൾ, അതായത് വടക്കൻ അമേരിക്കൻ കോണ്ടിനെന്റ്, തെക്കൻ അമേരിക്കൻ കോണ്ടിനെന്റ്, ഈ 2 പ്രദേശങ്ങളിലും വൈദേശിക ശക്തികൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ ശക്തികളോ ബാഹ്യ ശക്തികളോ ഇടപെടാൻ പാടില്ല. അങ്ങനെയാണ് സ്പാനിഷ് പോർച്ചുഗീസ് കൊളോണിയലിസം അവിടെ അവസാനിക്കുന്നത്. അങ്ങനെയാണ് മൺറോ ഡോക്ട്രിൻ. ആ മൺറോ ഡോക്ട്രിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ വീണ്ടും കാണാം. 1823 മൺറോ ഡോക്ട്രിൻ നിലവിൽ വന്നത്. പക്ഷേ അപ്പൊ അതനുസരിച്ച് ഇവിടെ ഷാവേസിന്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ മഡുറോയുടെ നേതൃത്വത്തിലുള്ള വെനിസ്വേല ചൈനയോട് വളരെ അടുത്ത് നിൽക്കുന്നു, റഷ്യയോട് വളരെ അടുത്ത് നിൽക്കുന്നു. അവരുടെ ചങ്ങാത്തം ക്യൂബയോടാണ്. ക്യൂബ അമേരിക്ക വിരുദ്ധ നിലപാടാണ് എക്കാലത്തും. അതുപോലെ നോർത്ത് കൊറിയയോട്, ഇറാനോട്, അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇറാനോട്, അങ്ങനെയുള്ള രാജ്യങ്ങളോട് ചങ്ങാത്തമുള്ള വെനിസ്വേലൻ ഭരണകൂടത്തെ ഏതെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അട്ടിമറിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ ന്യായമായ ഒരു കാരണം കണ്ടെത്തണം. അങ്ങനെയാണ് ലഹരി കടത്ത്. അമേരിക്കയെ ബാധിച്ച വലിയൊരു ക്യാൻസറാണ് ലഹരി.
ലഹരി പടർന്നു പിടിക്കുമ്പോൾ വലിയ തോതിലാണ് അമേരിക്കൻ യുവത്വം ലഹരിക്ക് അടിമയാകുന്നത്. അതെല്ലാം തന്നെ കാർട്ടലുകളുടെ ലാറ്റിൻ അമേരിക്കൻ കേന്ദ്രീകൃത, അത് കൊളംബിയയിലാണ് കൂടുതലും ഉള്ളത്, വെനിസ്വേലയിലും മറ്റ് രാജ്യങ്ങൾ നിക്കറാഗ്വയിലും എൽ സാൽവഡോറിലും ഗാറ്റിമാലയിലും ഒക്കെ ലഹരി കാർട്ടലുകളുണ്ട്. ഈ ലഹരി കാർട്ടലുകളെ എല്ലാം തന്നെ സംയോജിപ്പിച്ച് നിർത്തുന്ന കിങ് പിൻ എന്ന് പറയുന്നത് നിക്കോളാസ് മദുറോ ആണെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുകയും അദ്ദേഹത്തെ അമേരിക്കയുടെ നീതി സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന അമേരിക്കയുടെ വിശാലമായ പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളും അവരെ സഹായിക്കുന്ന രാഷ്ട്ര തലവന്മാരും നേതാക്കളും അമേരിക്കൻ നിയമ സംവിധാനത്തിന് മുന്നിൽ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യപ്പെടണം എന്നത് അമേരിക്കൻ നിയമമായി മാറിയിരിക്കുന്നു. ഇത് നിയമവിധേയമാണ്. അമേരിക്കയുടെ നിയമം അനുസരിച്ച് വിദേശ രാജ്യത്ത് കടന്നു ചെന്ന് അമേരിക്കയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന, അത് ഡ്രഗ്സിലൂടെ ആണെങ്കിൽ പോലും സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു നേതാവിനെ പിടിച്ചുകൊണ്ടുവന്ന് അമേരിക്കൻ നിയമം അനുസരിച്ച് വിചാരണ ചെയ്ത് വേണമെങ്കിൽ വധിക്കുകയോ അല്ല എങ്കിൽ നാട് കടത്തുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു നിയമപരമായ പരിരക്ഷ അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് ഇത് കോൺഗ്രഷണൽ സപ്പോർട്ടോടുകൂടിയാണോ ഇത് ചെയ്തത് എന്ന ഒരു സംശയമുണ്ട്. കോൺഗ്രസിന്റെ തീരുമാനം അതുണ്ടായില്ല. പ്രസിഡന്റ് സ്വന്തം നിലയിൽ തന്നെ ആസൂത്രണം ചെയ്തൊരു കാര്യമാണ്. മാസങ്ങളുടെ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായി. പക്ഷേ ഇതിന്റെ പിന്നിലെ ചേതോവികാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊളംബിയ, ആ ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്ത് പ്രത്യേകിച്ച് വെനിസ്വേലയിലെ എണ്ണ നിക്ഷേപത്തിൽ ഒരു കണ്ണുണ്ട്. അതായത് അമേരിക്ക ഈസ് ടേക്കിംഗ് ഓവർ വെനിസ്വേല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമായി പറഞ്ഞു, വി ഹാവ് ടേക്കൺ ഓവർ വെനിസ്വേല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെനിസ്വേല അമേരിക്ക പിടിച്ചടക്കിയിട്ടൊന്നുമില്ല. വെനിസ്വേലയിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആണ് അധികാരത്തിൽ. അത് സ്വാഭാവികമാണ്. വെനിസ്വേല ഭരണഘടനയുടെ 233 അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റ് പദത്തിൽ ഒഴിവ് വന്നാൽ, അദ്ദേഹം രാജിവെച്ചാലോ മരണപ്പെട്ടാലോ തട്ടിക്കൊണ്ടു പോകപ്പെട്ടാലോ എന്ത് സംഭവിച്ചാലും വൈസ് പ്രസിഡന്റ് വിൽ ടേക്ക് ഓവർ. അപ്പൊ അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ വെനിസ്വേലയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം വെനിസ്വേലയുടെ നിയമം അനുസരിച്ച്. അതിനുള്ള സാഹചര്യമുണ്ടോ എന്നറിയില്ല. കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം അവിടെയുണ്ട്. നമുക്കറിയാമല്ലോ, നൊബേൽ സമ്മാന ജേതാവ്, അത് ട്രംപ് ആഗ്രഹിച്ചിരുന്ന സമ്മാനമാണ്. അത് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ നോർവീജിയൻ സമാധാന കമ്മിറ്റി അത് പ്രഖ്യാപിച്ചത് മറിയ കൊറീന മച്ചോഡോയ്ക്കാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. ആ ലേഡി ഇപ്പോൾ നൊബേൽ സമ്മാനം വാങ്ങാനായി നോർവീജിയൻ തലസ്ഥാനമായ ഓസ്ലോയിൽ എത്തി. അവിടെ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അവരെ തിരിച്ചു കൊണ്ടുവന്ന് അധികാരം ഏൽപ്പിക്കാനാവും ഒരുപക്ഷെ ട്രംപിന്റെ ഒരു നീക്കം. അല്ല എങ്കിൽ അവിടെ ഓൾറെഡി എക്സ്റ്റൈൽഡ് ആയ പ്രതിപക്ഷ നേതാവ് എഡ്മണ്ടോ ഗോൺസാലസ് യുറുട്രിയ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹത്തെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് വെനിസ്വേലയുടെ ഭരണം ഏൽപ്പിക്കാം. അതുവരെ താൽക്കാലികമായ ഒരു സംവിധാനം തുടരട്ടെ എന്നതാകാം. പക്ഷേ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹത്തിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയിരിക്കുന്നു. കാരണം ഡെൽസി റോഡ്രിഗസ് മഡൂറോ അനുകൂലിയാണ്. ഹ്യൂഗോ ഷാവേസ് അനുകൂലിയായി ബസ് ഡ്രൈവറായിരുന്ന നിക്കോളാസ് മഡൂറോ വന്നതുപോലെ മഡൂറോ അനുകൂലിയായ ഡെൽസി റോഡ്രിഗസ് അവിടെ നന്നായി പിടിമുറുക്കുകയും അവിടുത്തെ സംവിധാനം കടുത്ത ആന്റി അമേരിക്കൻ ഒരു സെന്റിമെന്റ് അവിടെ വരികയും ചെയ്താൽ ഒരു സിവിൽ വാറിലേക്ക് നീങ്ങാം. പിന്നത്തെ ഓപ്ഷൻ സൈനികമാണ്. സൈനിക നടപടി അവിടെ ആഭ്യന്തരമായി വെനിസ്വേലൻ സൈന്യത്തെ അമേരിക്ക വരുതിയിലാക്കുകയും ആ സൈനിക അട്ടിമറിയിലൂടെ ഒരു നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്താൽ പക്ഷെ വീണ്ടും ഒരു ലോങ് ടേം സിവിൽ റെസിസ്റ്റൻസിലേക്ക് അത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി അതിന്റെ ഒരു ആഗോളതലത്തിലുള്ള ഇംപ്ലിക്കേഷൻസ്, പ്രതിഫലനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് അവിടുത്തെ എണ്ണ കമ്പനികളിലേക്ക്, എണ്ണ നിക്ഷേപത്തിലേക്ക് അമേരിക്കയുടെ ഒരു കൈയെത്തുന്നു. അങ്ങനെയെങ്കിൽ ചൈനയുമായുള്ള വെനസ്വേലയുടെ സൗഹൃദമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച ഒരു കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. കാരണം പ്രത്യേക പ്രതിനിധിയുമായുള്ള ഫോട്ടോ പങ്കുവെച്ചതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയിലടക്കം ക്രൂഡ് ഓയിൽ വില കൂടുന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവില്ലേ? എന്തായിരിക്കും ഇതിന്റെ ആഗോളതലത്തിലുള്ള പ്രതിഫലനം? ആഗോള എണ്ണ വിപണി ചൂട് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആഗോള എണ്ണ വിപണിയുടെ ഏതാണ്ട് 1% സാന്നിധ്യമേ വെനിസ്വേലയ്ക്കുള്ളൂ. പക്ഷേ വെനിസ്വേലയിൽ ഇപ്പോൾ നടന്നത് ലോക മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ഒന്നാണ്. കാരണം ഇന്ന് വെനിസ്വേലയിൽ നടന്നത് നാളെ എണ്ണ സമ്പന്നമായ ഏത് രാജ്യത്തും സംഭവിക്കാം. അതുകൊണ്ട് വളരെയധികം ഒരു ജിറ്ററി റെസ്പോൺസ് ആണ് ഓയിൽ പ്രൊഡ്യൂസിംഗ് വേൾഡ്. ഒപെക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മിക്കതും അമേരിക്ക അനുകൂല നിലപാടാണ്. സൗദി അറേബ്യയും കുവൈറ്റും അതുപോലെയുള്ള UAE ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വ പ്രദേശത്തെ എണ്ണ ഉൽപാദന രാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അമേരിക്കയുടെ
തിട്ടൂരങ്ങളെ ശിരസാ വഹിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. അതിനെതിരെ നിൽക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾക്കറിയുന്ന കാര്യവുമാണ്. ഇറാനിലും ഒരു ഭരണ മാറ്റമുണ്ടാക്കാനും ഷാ പഹലവി രണ്ടാമന്റെ മകനെ തിരിച്ചു കൊണ്ടുവന്ന് റിസ പഹലവിയെ ഇറാനിൽ എത്തിച്ച് ഭരണകൂട മാറ്റം സാധ്യമാകുമോ എന്ന ആലോചനയിലാണ് ട്രംപ്. അതിനെതിരെ അതിശക്തമായ അയത്തുള്ള അലി ഖൊമൈനിയുടെ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം വന്നു. അതുകൊണ്ട് അമേരിക്ക വിരുദ്ധമായ എണ്ണ സമ്പന്നമായ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ശക്തമായ ഭരണ മാറ്റത്തിനുള്ള കാര്യവും അവിടെയൊക്കെ ആഭ്യന്തരമായ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധത ആളിക്കെത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് നേരത്തെ ശ്രീജ ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യമാണ്, ആഗോള സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ അമേരിക്ക പറയുന്നത് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ ഉറപ്പുവരുത്താനായി തങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ? ചില നിയമങ്ങൾ, ചട്ടങ്ങൾ, ആഗോള ചട്ടങ്ങൾ, അതൊരു ധാരണ മാത്രമാണ്. പക്ഷെ ഇവിടെ ആ ധാരണകൾ, ആഗോള റൂൾസ് എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത് അദൃശ്യമായ ഈ നിയമങ്ങൾ, ഒരു ഹൈറാർക്കി, വേൾഡ് ഹൈറാർക്കി ഇപ്പോൾ സൃഷ്ടിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് എവിടെയും എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ഇടപെടാം. അത് അമേരിക്കൻ നിയമം അനുസരിച്ച് നിയമവിധേയവുമാണ്. അങ്ങനെയെങ്കിൽ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡറിന് വേണ്ടി തങ്ങൾ ഇതാ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു, ലോകത്തെ മുഴുവൻ ജനാധിപത്യവൽക്കരിക്കാൻ ഞങ്ങളുടെ ബർഡനാണ്. പണ്ട് പറയുമായിരുന്നല്ലോ, വൈറ്റ് മാൻസ് ബർഡൻ. ഇതുപോലെ ഇപ്പോൾ അമേരിക്ക പറയുന്നു, ഇറ്റ് ഈസ് അവർ ബർഡൻ ടു ഡെമോക്രറ്റൈസ് ദ വേൾഡ്. സദ്ദാം ഹുസൈനെ പുറത്താക്കിയില്ലേ? സമാനമായ ഒരു കാര്യമല്ലേ പറഞ്ഞ സദ്ദാം ഹുസൈനെതിരെ മനുഷ്യാവകാശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അമേരിക്ക ഉയർത്തിക്കാട്ടി ഇത് ലോകത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ സേവനം എന്ന രീതിയിൽ കൂടി അതിനെ മുന്നോട്ട് വെക്കുക കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം, ഐറണി മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു വരുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഇത്ര വിശദമായി ഈ വിഷയങ്ങൾ വിശകലനം ചെയ്ത് പറഞ്ഞതിന്. എന്തായാലും ഇത് വലിയൊരു രീതിയിൽ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ആശങ്കയുണ്ട്. അവരൊക്കെയും ഇങ്ങനെ ഒരു ഭീഷണി മുന്നിൽ കാണുന്നുണ്ട്. എന്തെങ്കിലും അവിടെ അമേരിക്കയ്ക്കെതിരായ കാര്യം നടക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചാൽ അമേരിക്കയ്ക്ക് അവിടെ കടന്നു കയറാം. പ്രസിഡന്റിനെ കിടപ്പുമുറിയിൽ നിന്നടക്കം തട്ടിക്കൊണ്ടുപോയി സ്വന്തം നാട്ടിലെത്തിച്ച് അവിടുത്തെ കോടതിക്ക് മുന്നിൽ വിചാരണ നടത്താനുള്ള റൈറ്റ് അമേരിക്കൻ ഭരണകൂടത്തിന് അവിടുത്തെ നിയമം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതെവിടെയും സംഭവിക്കാമെന്നൊരു ഒരു ഒരു പ്രതീതി ആഗോളതലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. നിക്കോളാസ് മദുറോയെ ഇന്നലെ ഈ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ദിയാക്കിയതുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പരാമർശങ്ങളേറെ ശ്രദ്ധേയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വെനസ്വേല ഇനി തൽക്കാലം അമേരിക്ക ഭരിക്കും എന്നതാണ്. ഇതിനിടെ വെനസ്വേലയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വെനസ്വേലയിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. വെനസ്വേലയിൽ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.